ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്ന പെക്യുലർ ഐറ്റംസ് ഏതൊക്കെയാണ്. ഒരു കോർപ്പറേറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്ന പെക്യുലർ ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ദ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഫോളോ സിമിലർ പ്രിൻസിപ്പൾസ് ആസ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ബട്ട് ഹാസ് സം കീ ഡിഫറൻസ് ഇൻ ദി പ്രസന്റേഷൻ ആൻഡ് അഡീഷണൽ ഐറ്റംസ്. അപ്പം ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന്റെ സ്റ്റേറ്റ്മെന്റിന് തുല്യം ഏകദേശം അതേപോലെ തന്നെയാണ്. പക്ഷെ ചെറിയ ഡിഫറൻസുകളൊക്കെ അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട എന്താണ്? ഒന്ന് ഹെഡിങ്ങിന്റെ കാര്യത്തിലാണ്. നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് യൂസ് ദി ടേം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഉപയോഗിക്കുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടേമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കമ്പനീസ് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പനീസ് കമ്പൈൻ ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് സെക്ഷൻ ഇൻ ടു വൺ സ്റ്റേറ്റ്മെന്റ് വിതൗട്ട് പ്രിപ്പയറിംഗ് എ സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ കമ്പനീസ് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ കമ്പനി ഒരു ഒറ്റ സെക്ഷൻ ആക്കിയിട്ടാണ്, ഒരു വൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, അടുത്തത് അപ്രോപ്രിയേഷൻ. നോക്കൂ, അപ്രോപ്രിയേഷന്റെ കേസിൽ സോൾ ട്രേഡർ ഡു നോട്ട് പ്രിപ്പയർ ആൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വൈൽ പാർട്ണർഷിപ്പ് ഫേം ആൻഡ് കമ്പനീസ് ഡു. അതായത് സോൾ ട്രേഡർഷിപ്പ് സ്ഥാപനങ്ങളിൽ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് സാധാരണയായിട്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. പക്ഷെ കമ്പനീസും പാർട്ണർഷിപ്പ് ഫേംസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. കമ്പനി സ്പ്ലിറ്റ് ദെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ടു പാർട്സ്. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ രണ്ട് പാർട്സ് ആയിട്ടാണ് തിരിക്കുന്നത്. എബോവ് ദി ലൈൻ ആൻഡ് ബിലോ ദി ലൈൻ എന്ന് പറയാം. എബോവ് ദി ലൈനിൽ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ആർ ഷോൺ. അതായത് എബോവ് ദി ലൈൻ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ടായിട്ട് തിരിക്കും. അതിൽ എബോവ് ദി ലൈൻ ആൻഡ് ബിലോ ദി ലൈൻ എന്ന് പറയും. എബോവ് ദി ലൈനിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻസ്, അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വരെയുള്ള ഭാഗം അതിന്റെ എബോവ് ദി ലൈനിലായിരിക്കും. ബിലോ ദി ലൈൻ ആയിരിക്കും എന്തുണ്ട്? അപ്രോപ്രിയേഷൻസ് ഒക്കെ കാണിക്കുക. ഡിവിഡൻഡ്, ട്രാൻസ്ഫർ ടു റിസർവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബിലോ ദി ലൈനിലായിരിക്കും കാണിക്കുക. ഓക്കെ, റിമൈനിങ് ബാലൻസ് ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അതിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. കമ്പനീസ് മസ്റ്റ് ഡിസ്ക്ലോസ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഓർ പ്രയർ പീരിയഡ് ഐറ്റംസ് സെപ്പറേറ്റ്ലി ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5. അൺലൈക്ക് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് വേർ സച്ച് ഐറ്റംസ് ആർ മിക്സ്ഡ് വിത്ത് റുട്ടീൻ എൻട്രീസ്. അപ്പം എന്താണ്? ഇതിനകത്ത് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസോ പ്രയർ പീരിയഡ് ഐറ്റംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5 അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യണം? അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, then compliance നോക്കൂ, കംപ്ലൈൻസ് നോക്കൂ. A company's profit and loss account must follow Schedule 6 of the Companies Act 1956 and accounting standard AS1, AS4, AS5. Okay. Non-corporate entities do not have strict requirement for presenting their income statement. ഒരു കമ്പനീസ് എന്താണ് അതിന്റെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷെഡ്യൂൾ 6 അനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1, 4, 5 ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നൊക്കെ നിർബന്ധമുണ്ട്. പക്ഷെ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റിയെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് റിക്വയർമെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇൻകം ടാക്സ് അക്സെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഫോർ കമ്പനീസ് ഇൻകം ടാക്സ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ് ആൻഡ് ഷോൺ ഓൺ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വൈൽ ഫോർ സോൾ ട്രേഡർ പാർട്ണർഷിപ്പ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഡ്രോയിങ്. ഇൻകം ടാക്സ് കമ്പനിയെ സംബന്ധിച്ചോളം ഇൻകം ടാക്സ് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കും. എന്നാൽ ഒരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അല്ലെങ്കിൽ സോൾ ട്രേഡറെ സംബന്ധിച്ചുള്ള ഒരു പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡ്രോയിങ് ആയിട്ടാണ് ഇൻകം ടാക്സിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, കോർപ്പറേറ്റ് പ്രീവിയസ് ഇയർ കമ്പാരിസൺസ് നോക്കൂ. കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് മസ്റ്റ് ഷോ ഫിഗർ ഫോർ ദി കറന്റ് ഇയർ അലോങ് സൈഡ് ദോസ് ഫ്രം പ്രീവിയസ് ഇയർ വൈൽ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഡു നോട്ട് നീഡ് ടു ഡു ദിസ്. അപ്പോൾ എന്താണ്, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ എന്താ പറയുക, നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് തന്നെ നമ്മൾ വെർട്ടിക്കൽ ഫോർമാറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് അതേ രീതിയിലാണ്. അതായത് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ കറണ്ട് ഇയറിനോടൊപ്പം തന്നെ എന്താണ് പ്രീവിയസ് പീരീഡ് ഡാറ്റയും കൂടി ഉൾക്കൊള്ളിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് എന്താണ് പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും തമ്മിലുള്ള കമ്പാരിസൺ സാധ്യമാക്കുന്ന രീതിയിലാണ് ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് അവരുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയാലും എന്താ പറയുക ഫിനാൻഷ്യൽ പൊസിഷൻ ആയാലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആയാലും അവർ ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന് അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ ഐറ്റംസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്ത് വരുന്ന കുറച്ച് ഐറ്റംസ് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. നോക്കുക,
ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആൻഡ് ലോൺസ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആൻഡ് ലോൺസ് എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുക? അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റോള് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് നോമിനൽ അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റോൾ എന്ന് പറയുന്നത്. അതായത് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ് ഇസ് ഡെബിറ്റ്, ഓൾ ഇൻകം ആൻഡ് ഗെയിൻ ഇസ് ക്രെഡിറ്റ് എന്ന റോൾ തന്നെയാണ്. അത് കമ്പനി കോർപ്പറേറ്റ് എന്റിറ്റീസ് ആയാലും നോൺ കോർപ്പറേറ്റ് എന്റിറ്റീസ് ആയാലും ആ റോളിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറും ലോൺ ഒക്കെ കമ്പനിയുടെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൽ കാണിക്കുക ബാലൻസ് ഷീറ്റിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. Okay, the interest paid on debenture and loan is shown on the debit side of the profit and loss account. If any interest is unpaid, interest നൽകിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ എന്താണ് അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്തായിട്ട് മാറും? ലയബിലിറ്റി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും അതിനെ കാണിക്കുക. അണ്ടർ സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ് ലോൺസ് ഡിപ്പെൻഡിംഗ് ഓൺ ദി നേച്ചർ ഓഫ് ദി ലോൺ. ലോണിന്റെ നേച്ചറിനനുസരിച്ച് എന്താണ് സെക്യൂർഡ് ലോണിന്റെ കീഴിലോ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ലോണിന്റെ കീഴിലോ ആയിരിക്കും അത് കാണിക്കുക ലയബിലിറ്റി സൈഡിൽ. ഓക്കെ, ദെൻ ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നാണ്. കമ്പനീസ് മസ്റ്റ് ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് വെൻ പേയിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആൻഡ് ഡിപ്പോസിറ്റ് ദിസ് എമൗണ്ട് വിത്ത് ദി ഗവൺമെന്റ്. അപ്പോൾ നമുക്കറിയാം എന്താണ് വലിയ വലിയ സ്ഥാപനങ്ങൾ ഇൻട്രസ്റ്റ് ഒക്കെ നൽകുന്ന സമയത്ത് അവരെന്ത് ചെയ്തിരിക്കണം? TDS പിടിച്ചിരിക്കണം. ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറയാം. അപ്പൊ ആ കമ്പനി എന്തായാലും TDS ഇൻട്രസ്റ്റ് നൽകുന്ന സമയത്ത് പിടിച്ചിരിക്കും. ആ പിടിച്ചിരിക്കുന്ന TDS എന്ത് ചെയ്യണം? അവർ ഗവൺമെന്റിലേക്ക് റെമിറ്റ് ചെയ്യുകയും വേണം. ദ ഗ്രോസ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് റെക്കോർഡഡ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഗ്രോസ് ഇൻട്രസ്റ്റ് അതായത് എത്രയാണ് TDS മൈനസ് ചെയ്യാതെ, TDS പിടിക്കുന്നുണ്ടല്ലോ ശരിയാണ്, പക്ഷെ TDS മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ല നമ്മൾ എവിടെ കാണിക്കേണ്ടത്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്ത് കാണിക്കേണ്ടത്. എന്താണ് TDS ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നെറ്റ് എമൗണ്ട് അല്ല, ഗ്രോസ് എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്ത് എടുക്കേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ, ഡിസ്കൗണ്ട് ആൻഡ് ഡിബഞ്ചർ ഓർ ഡിബഞ്ചർ എക്സ്പെൻസ്. Debenture issue expenses. നോക്കൂ, expense such as discount, commission, brokerage incurred during the issue of debentures were written off over the life of debentures. The unwritten balance is shown under miscellaneous expenditure on the asset side of the balance sheet. അപ്പം ഒരു അസറ്റ് ഇഷ്യൂ, ഒരു ഡിബഞ്ചർ ഇഷ്യൂ നടക്കുന്ന ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഡിബഞ്ചറിന് നൽകുന്ന ഡിബഞ്ചറിന്റെ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഡിബഞ്ചറിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിബഞ്ചറിന്റെ യൂസ്ഫുൾ ലൈഫ് പീരീഡിനുള്ളിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അതിന്റെ ലൈഫ് പീരീഡിനുള്ളിൽ. പക്ഷെ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ ആ ലൈഫ് പീരീഡിനുള്ളിൽ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റാത്ത ആയിട്ട് കിടക്കുന്ന റിട്ടേൺ ഓഫ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്കൗണ്ടോ ഡിബഞ്ചറോ ഡിബഞ്ചർ ഇഷ്യൂ എക്സ്പെൻസോ ഉണ്ടെന്ന് വിചാരിക്കാം. അത് നമ്മൾ മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാത്ത പോർഷൻസ് എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അതിന്റെ യൂസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ അതിന്റെ റിഡംഷൻ നടക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ, ആ റിഡംഷൻ നടക്കുന്ന ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്യണം? അത് മീൻസ് റിഡംഷൻ മെച്യൂരിറ്റി പീരീഡിനുള്ളിൽ എന്ത് ചെയ്യണം? അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഓക്കെ, എത്ര വർഷം? 5 വർഷമാണ്, 5 വർഷം കൂടെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. ക്ലിയർ? ഇതിനടുത്ത പ്രിലിമിനറി എക്സ്പെൻസസിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ദീസ് എക്സ്പെൻസ് ഇൻകേർഡ് വെൻ സ്റ്റാർട്ടിംഗ് എ കമ്പനി. എക്സാമ്പിൾ ലീഗൽ ഫീസ്, രജിസ്ട്രേഷന് വരുന്ന ചെലവുകൾ, ഇതൊക്കെയാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എമൗണ്ട് റിട്ടേൺ ഓഫ് ഈസ് ചാർജ്ഡ് ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് എനി അൺറിട്ടേൺ എമൗണ്ട് ഈസ് ഷോൺ ആസ് മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ. പ്രിലിമിനറി എക്സ്പെൻസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അതും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാറാണ് ചെയ്യുക. റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റാത്ത പ്രിലിമിനറി എക്സ്പെൻസിന്റെ പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് അതിനെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും അതിനെ കാണിക്കുക. ഓക്കെ, പ്രിലിമിനറി എക്സ്പെൻസസ്. അടുത്താണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എങ്ങനെയാണ്? ദിസ് ഈസ് ഹാൻഡിൽഡ് ഇൻ 3 സ്റ്റേജ്. 3 സ്റ്റേജസ് ആയിട്ടാണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്ന് അഡ്വാൻസ് ഇൻകം ടാക്സ്, അതായത് പെയ്ഡ് ത്രൂ ഔട്ട് ദി ഫിനാൻഷ്യൽ ഇയർ അണ്ടർ ദി പേ ആസ് യു ഏൺ എന്ന് പറയുന്നതിന് സ്കീം. അപ്പോൾ പേ സ്കീം അനുസരിച്ചിട്ടാണ്. അൺഅഡ്ജസ്റ്റഡ് എമൗണ്ട് ആർ ഷോൺ ഓൺ അസറ്റ്. അസറ്റ് സൈഡിൽ എന്താണ് അൺഅഡ്ജസ്റ്റഡ് പേ, അതായത് അഡ്വാൻസ് ഇൻകം നൽകും. ഇൻകം ടാക്സ് നമ്മൾ അടിക്കണം. ഇൻകം ടാക്സിന്റെ ഇതൊക്കെ പഠിച്ച കുട്ടികളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് അറിയാം ഇൻകം ടാക്സിന്റെ പേയ്മെന്റിൽ എന്ത് ചെയ്യാറുണ്ട്? 4 ഘട്ടങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു വർഷത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകത്തിന്റെ ഒരു ഇൻകം എത്രയാണോ അതിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ 4 തവണയായിട്ട് അടയ്ക്കും. ഓക്കെ, അപ്പൊ അഡ്വാൻസ് ഇൻകം ടാക്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ പേ ആസ് യു ഏൺ എന്നാണ് അതിനർത്ഥം, പേ എന്ന് പറയാം. അപ്പം 4 ഘട്ടങ്ങളിലായിട്ട്. ക്ലിയർ? അൺഅഡ്ജസ്റ്റഡ് എമൗണ്ട് ആർ ഷോൺ ആസ് അസറ്റ്. അപ്പൊ അൺഅഡ്ജസ്റ്റഡ് എമൗണ്ട് എന്ത് ചെയ്യും? അസറ്റ് സൈഡിലാണ് കാണിക്കുക. അഡ്വാൻസ് ഇൻകം ടാക്സ് അപ്പൊ എന്താണ്? അസറ്റ് സൈഡിലാണ് കാണിക്കുക എന്നർത്ഥം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ.
എ പ്രൊവിഷൻ ഫോർ കറന്റ് ഇയർ ടാക്സ് ലയബിലിറ്റി ഈസ് മെയ്ഡ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പോൾ കറന്റ് ഇയർ ടാക്സിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് വെക്കും. ദെൻ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഡിപ്പെൻഡ് ഓൺ വെദർ ദ കമ്പനി ഈസ് ഡൊമസ്റ്റിക് ഓർ ഫോറിൻ. നമ്മുടെ കമ്പനി ഡൊമസ്റ്റിക് കമ്പനി ആണോ ഫോറിൻ കമ്പനി ആണോ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് ടാക്സ് വരിക. അപ്പോൾ ആ കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലയബിലിറ്റി സൈഡിലും കാണിക്കും, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കും. ഇനി അടുത്തത് എന്താണ്, ഫൈനൽ ടാക്സ് ലയബിലിറ്റി. ആഫ്റ്റർ final assessment, any shortfall or excess in the tax provision is adjusted in the profit and loss account as per prior period item. Any additional liability is shown as current liability and may refund is shown as asset. അപ്പോൾ എന്താണ്, നമ്മൾ ഫൈനൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അസസ്മെന്റ് ഒക്കെ നമ്മൾ ആ ഒരു ഇയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കറക്റ്റ് ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമല്ലോ. അങ്ങനെ ലയബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഗവൺമെന്റിലേക്ക് അഡ്വാൻസ് ടാക്സ് ഇൻകം ടാക്സ് ആയിട്ട് നൽകിയിട്ടുള്ള എമൗണ്ടിൽ എന്തെങ്കിലും ഷോർട്ട് ഫോളോ എക്സസോ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊവിഷൻസിൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പ്രയർ പീരീഡ് ഐറ്റംസ് എന്നുള്ള രീതിയിലാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അഥവാ എന്താണ് എന്തെങ്കിലും അഡീഷണൽ ലയബിലിറ്റി നമുക്ക് കുറച്ചധികം നമുക്ക് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്ന രീതിയിൽ അതിനെ കാണിക്കും. റീഫണ്ട് ഉണ്ടെങ്കിലോ, നമുക്ക് അഡ്വാൻസ് ടാക്സ് നൽകിയതിൽ റീഫണ്ട് ആണെങ്കിലോ അത് അസറ്റ് ആയിട്ടും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ മാനേജറിയൽ റെമ്യൂണറേഷൻ governed by section 198 and 309 of the Companies Act. Companies Act section 198 309 ആണ് എന്ത് മാനേജർ റെമ്യൂണറേഷനെ കുറിച്ച് പറയുന്നത്. അപ്ലിക്കബിൾ ടു പബ്ലിക് കമ്പനീസ് ആൻഡ് സബ്സിഡറീസ് ഓഫ് പബ്ലിക് കമ്പനീസ്. പബ്ലിക് കമ്പനീസിന് അതുപോലെ തന്നെ സബ്സിഡറി കമ്പനീസിനും പബ്ലിക് കമ്പനീസിന്റെ സബ്സിഡറി കമ്പനീസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണത്. The maximum managerial remuneration cannot exceed 11% of net profit in a financial year. അപ്പോൾ കമ്പനി മാനേജർ റെമ്യൂണറേഷൻ നൽകുന്നുണ്ടെങ്കിൽ ആ മാനേജർ റെമ്യൂണറേഷൻ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 11% നെറ്റ് പ്രോഫിറ്റിന്റെ 11% കൂടുതൽ ആവാൻ പാടുള്ളതല്ല. ഓക്കെ, റെമ്യൂണറേഷൻ ലിമിറ്റ് എക്സ്ക്ലൂഡ് ഫീസ്. റെമ്യൂണറേഷനിൽ എന്താണ്, ചിലപ്പോൾ എന്താണ് മാനേജേഴ്സിന് സിറ്റിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് നൽകാറുണ്ട്. അപ്പോൾ സിറ്റിംഗ് ഫീസ് ഒന്നും ആ റെമ്യൂണറേഷൻ എന്നുള്ള ലിമിറ്റിൽ വരില്ല. റെമ്യൂണറേഷൻ വേറെ തന്നെയാണ്. സിറ്റിംഗ് ഫീസ് ഇങ്ങനെയുള്ള ഫീസുകളൊക്കെ അത് വിസിറ്റിംഗ് ഫീസ് എന്നൊക്കെ പറയുന്ന ഫീസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ്, അത് വേറെ തന്നെ, രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് ദർ ആർ no profit or inadequate profit, remuneration can still be paid as per schedule 13 of the Companies Act. Companies Act ഷെഡ്യൂൾ 13 അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഇല്ല എന്ന് വിചാരിക്കുക, ഈ പ്രോഫിറ്റ് ഇന്നാഡിക്കേറ്റ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും, റെമുനറേഷൻ മാനേജർ റെമുനറേഷൻ നൽകും എന്നുള്ളതാണ് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട്. ഓക്കെ, ദെൻ അടുത്ത കോൺട്രിബ്യൂഷൻ ഓർ ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ, ഡൊണേഷൻ എന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ്. Any donation to political party must be disclosed separately in the profit and loss account. പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്തെങ്കിലും ഡൊണേഷൻ നൽകുന്നുണ്ടെങ്കിൽ അത് നൽകിയത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നതാണ്. കമ്പനീസ് വിത്ത് ലെസ് ദാൻ 3 year ഓർ ഗവൺമെന്റ് കമ്പനീസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം മേക്കിംഗ് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്. ഇപ്പോൾ ഗവൺമെന്റ് കമ്പനീസും അത് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്ത് 3 വർഷത്തിൽ താഴെയായിട്ടുള്ള കമ്പനീസ് അവർക്ക് എന്താണ്, അവർ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് കോൺട്രിബ്യൂഷൻ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, other companies can contribute up to 5% of average profit over the past 3 years. മറ്റ് കമ്പനീസിന്, അതായത് 3 വർഷത്തിൽ താഴെ അല്ലാത്ത, അതുപോലെ ഗവൺമെന്റ് കമ്പനീസ് അല്ലാത്ത മറ്റ് കമ്പനികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷനോ കോൺട്രിബ്യൂഷനോ നൽകാം. പക്ഷെ അത് എത്രയുടെ മുകളിലേക്ക് ആവാൻ പാടില്ല, 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ 5% കൂടുതലാവാൻ പാടുള്ളതല്ല. ഓക്കെ, then prior period items. Items related to previous period but recorded in the current year should be separately disclosed to show their impact on the current profit or loss. പ്രയർ പീരീഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ പ്രീവിയസ് പീരീഡിലെ ഐറ്റംസ് ആണ്, പക്ഷെ അത് നമ്മൾ ഇപ്പോൾ കറണ്ട് പീരീഡിലാണ് നമ്മൾ അത് കാണിക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ സെപ്പറേറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. അത് എന്താണ്, പ്രീവിയസ് പീരീഡ് ഐറ്റം ആണ് എന്ന് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അക്കോർഡിംഗ് സ്റ്റാൻഡേർഡ് 5 ആണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. The adjustment relating to previous year should be shown below the line in the profit and loss appropriation account. നമുക്കറിയാം above the line ഉണ്ട്, below the line ഉണ്ട്. അപ്പോൾ below the line-ലാണ് നമ്മൾ എന്താണ്, ഈ പ്രീവിയസ് പീരീഡ് ഐറ്റംസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കേണ്ടത്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലാണ് അത് കാണിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും വരികയാണെങ്കിൽ എന്താണ്, എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആർ ഇൻകംസ് ഓർ എക്സ്പെൻസ് അറൈസിംഗ് ഫ്രം ഇവന്റ് ഔട്ട്സൈഡ് ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് സെപ്പറേറ്റ്ലി. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5 അനുസരിച്ചിട്ട് ഒരു ബിസിനസിന്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ഷന്റെ ഭാഗമായിട്ട്
വരുന്നതല്ലാതെ വരുന്ന ഇൻകം എക്സ്പെൻസിനെയാണ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിനെ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ. എക്സാമ്പിൾസ് ലോസ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് ആൻ എർത്ത് ക്വേക്ക്. ഒരു എർത്ത് ക്വേക്ക്, ഭൂമി കുലുക്കം കാരണം ഉണ്ടാകുന്ന ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലോസ് ഒക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അടുത്ത കണ്ടിൻജൻസീസ് ആൻഡ് ഇവന്റ്സ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം എന്തെങ്കിലും കണ്ടിൻജൻസീസ് ഇവന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4, the contingent loss should be provided for if it is probable that the liability has been incurred by balance sheet date. A reasonable estimate of the loss can be made. Contingent gains should not be recorded unless they are virtually certain. അപ്പോൾ കണ്ടിൻജന്റ് ലോസ്, കണ്ടിൻജന്റ് ലയബിലിറ്റീസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ ഒരു റീസണബിൾ എസ്റ്റിമേറ്റ് നടത്തിക്കൊണ്ട് ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഉണ്ടാകാൻ സാധ്യത നമ്മൾ കാണിക്കണം. പക്ഷേ ഗെയിൻ ആണ്, കണ്ടിൻജന്റ് ഗെയിൻ ആണെന്ന് തീർച്ചയുള്ളൂ, അത് നമ്മൾ എന്ത് ചെയ്യേണ്ട, നമുക്ക് വെർച്വലി കൃത്യമായിട്ട് ലഭിക്കാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഏത് പ്രകാരം? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4 അനുസരിച്ചിട്ട്. ഓക്കെ. ലോസ് ആണെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഗെയിൻ ആണെങ്കിൽ നമുക്ക് ലഭിക്കാൻ വെർച്വലി സെർട്ടൈൻ, അത് നമുക്ക് ഉറപ്പ് വരാതെ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലഭിക്കും എന്നുള്ള ഉറപ്പ് വരാതെ നമ്മളത് കാണിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി അപ്രോപ്രിയേഷൻ ആൻഡ് ഡിസ്പൊസിഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ആഫ്റ്റർ പ്രോഫിറ്റ് ആർ കാൽക്കുലേറ്റഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ഈസ് ദെയർ അപ്രോപ്രിയേഷൻ വിച്ച് മേ ഇൻക്ലൂഡ്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ആണ്. പ്രോഫിറ്റ് അപ്രോപ്രിയേഷനിൽ എന്തെല്ലാം വരും? ട്രാൻസ്ഫർ ടു റിസർവ്, ജനറൽ റിസർവ്, സിങ്കിങ് ഫണ്ടിലേക്കുള്ള ട്രാൻസ്ഫർ ഒക്കെ വരും. ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻട്രീം ഡിവിഡൻഡ് ഒരു ഫൈനൽ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ആയിട്ട് വരാം. ബോണസ് നൽകുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് നൽകുന്നത്. Then all these items are shown below the line of the profit and loss appropriation account. Profit and loss appropriation account താഴെയായിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക അപ്രോപ്രിയേഷൻസ് കാണിക്കുക. ഓക്കെ. ഇനി ഡിവിഡൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ഡിവിഡൻഡ് റെപ്രസെന്റ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാലോ. അതായത് ഒരു വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സ് നൽകുന്ന പ്രോഫിറ്റ് ഷെയറിനെയാണ് കമ്പനിയെ വിളിക്കുന്നത് ഡിവിഡൻഡ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ. ദെൻ ഫൈനൽ ഡിവിഡൻഡ് എന്നൊരു ടേം ഉണ്ട്. എന്താണ്? ഫൈനൽ ഡിവിഡൻഡ് ആർ ഡിക്ലെയർഡ് അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് ബിക്കം ദി കമ്പനീസ് ലയബിലിറ്റി വൺസ് അപ്രൂവ്ഡ്. അപ്പോൾ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആനുവൽ ജനറൽ മീറ്റിംഗിൽ അതിന് അപ്രൂവ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൽകുക എന്നുള്ളത് കമ്പനിയുടെ ബാധ്യതയായിട്ട് മാറും. ഓക്കെ. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ ബി ഡിക്ലെയർഡ് ബിറ്റ്വീൻ 2 AGM വിത്ത് നോ നീഡ് ഫോർ ജനറൽ മീറ്റിംഗ് അപ്രൂവൽ. ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിന് അപ്രൂവലിന്റെ ആവശ്യമില്ലാതെ ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിലുള്ള ഡേറ്റ് ഉണ്ടാവില്ല. അതായത് ലാസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിനും പിന്നെ അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിലുള്ള പീരീഡിൽ ഡിക്ലെയർ ചെയ്യുന്ന ഒന്നാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിന് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ അപ്രൂവലിന്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ. അടുത്തത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. അടുത്തത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആണ്. നോക്കൂ, കമ്പനീസ് മസ്റ്റ് പേ എ ടാക്സ് ഓൺ ഡിവിഡൻഡ് ഡിക്ലയർഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ പെയ്ഡ് വിത്ത് ദ റേറ്റ് സെറ്റ് ബൈ ദി ഫിനാൻസ് ആക്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഇവിടെ പറയുന്നത് എന്താണ്? കമ്പനീസ് ടാക്സ് അടയ്ക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതും നിങ്ങളുടെ സിലബസിന്റെ പഴക്കം കൊണ്ടാണ് ഇപ്പോഴും അത് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 അല്ല ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അല്ലേ? ഈ നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ട് 15 ആണ്, 56 ആണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണ് ഇൻകം ടാക്സിൽ റൂൾ അനുസരിച്ചിട്ട്, നിയമം അനുസരിച്ചിട്ട് കമ്പനി എല്ലാ ടാക്സ് അടിക്കുന്നത് ആരാണ്? അന്ന് പഴയ കാലഘട്ടത്തിൽ എന്താണ് കമ്പനി ടാക്സ് അടിക്കുന്നു, ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അസസിക്ക് എന്താണ് ഇൻഡിവിജ്വൽസിന് അത് എക്സംപ്റ്റഡ് ആയിരുന്നു, എക്സംപ്റ്റഡ് ഇൻകം ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇന്ന് കമ്പനി അല്ല ടാക്സ് അടിക്കുന്നത്, കമ്പനിക്ക് എക്സംപ്ഷൻ കിട്ടുന്നു, കമ്പനി ടാക്സ് അടിക്കേണ്ട പകരം ഇൻകം റിസീവ് ചെയ്യുന്ന ഷെയർ ഹോൾഡർ ആണ് ടാക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് മാറ്റമുണ്ട് അതിന് ശരിക്കും. ഓക്കെ. അപ്പോൾ ഏതായാലും കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും ട്രീറ്റ്മെന്റ് ഈ രീതിയിലാണ്. പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ്. ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് റിസീവ് ഡിവിഡൻഡ് അറ്റ് എ ഫിക്സ്ഡ് റേറ്റ് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമുക്ക് അറിയാം പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നതിന് മുമ്പ് പ്രിഫറൻസ് ഡിവിഡൻഡ് ലഭിക്കുക അവർക്കായിരിക്കും. ഓക്കെ. കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അരിയേഴ്സ് ആർ പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻഡ്. അതായത് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ചിലപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ നമുക്ക് പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻഡ് നൽകാൻ പറ്റിയില്ല എങ്കിൽ അത് അരിയേഴ്സ് ആയിട്ട് നമ്മൾ കുമുലേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ അരിയർ ആയിട്ടുള്ള നമുക്ക് നൽകാൻ പറ്റാത്ത ആ ഇക്വിറ്റി ഡിവിഡൻഡ് എന്താണ് അത് നമ്മൾ ഇക്വിറ്റി ഡിവിഡൻഡ് നൽകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും?
ആ പ്രിഫറൻസ് ഷെയർസ് നൽകാനുള്ള ആ അരിയർ ആയിട്ടുള്ള ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നൽകുക. ഓക്കെ, അതാണ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന്റെ കേസിലോ അരിയേഴ്സ് ആർ നോട്ട് പെയ്ഡ് ഇഫ് ഡിവിഡൻഡ് ആർ നോട്ട് ഡിക്ലെയർഡ് ഡ്യൂ ടു ലോസ്. അപ്പൊ എന്താണ് ഡിവിഡൻഡ് നമുക്ക് സാധാരണ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുക കമ്പനിക്ക് എന്തെങ്കിലും ലോസ് ഉള്ള സാഹചര്യത്തിൽ, പ്രോഫിറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുക. അപ്പൊ ആ ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുന്ന ആ ഡിവിഡൻഡ് അരിയർ ആയിട്ട് നിലനിൽക്കും. പക്ഷെ ഈ നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അങ്ങനെ ലോസ് കാരണം ഡിവിഡൻഡ് നൽകിയിട്ടില്ല എങ്കിൽ അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അരിയർ ഡിവിഡൻഡ് ഇവിടെ കൂട്ടി കൊടുക്കുന്ന ഒരു രീതി ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തത് അൺക്ലെയിംഡ് ഡിവിഡൻഡ് മസ്റ്റ് ബി ഡെപ്പോസിറ്റ് ഇൻ ആൻ അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഡിവിഡൻഡ് മേടിക്കാൻ ആരും വന്നില്ല എന്ന് വിചാരിക്കുക, അതാണ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്. ആ ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റും. ദെൻ എനി മണി അൺക്ലെയിംഡ് ഫോർ 7 years ഈസ് ട്രാൻസ്ഫർഡ് ടു ദി ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. അപ്പോൾ 7 വർഷമായിട്ടും ആ ഡിവിഡൻഡ് ആരും മേടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് എന്തായിട്ട് മാറ്റും, അത് ഒരു ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന ഫണ്ടിലേക്ക് അതിനെ മാറ്റുമെന്നാ പറയാം. അപ്പോൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റും. അൺക്ലെയിംഡ് ഡിവിഡൻഡ് 7 വർഷമായിട്ട് അതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ അതിനെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടിലേക്ക് മാറ്റും. ഓക്കെ, ഇനി അടുത്ത നോക്കൂ, അടുത്ത എന്താണ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് സെക്ഷൻ 205 ടു സബ്സെക്ഷൻ 2A. According to Section 205, Subsection 2A of the Companies Act, no company can declare or pay dividend for any financial year unless certain percentage of the profit has been transferred to general reserve. അപ്പം എന്താണ് കമ്പനി നിർബന്ധമായിട്ട് സെക്ഷൻ 205 പറയുന്നത്, ഒരു കമ്പനിക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ പൂർണ്ണമായിട്ടും ഡിവിഡൻഡ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കമ്പനി എന്ത് ചെയ്തിരിക്കണം, പ്രോഫിറ്റിന്റെ സർട്ടൻ പെർസെൻറ്റേജ് കമ്പനി ജനറൽ റിസർവിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് പറയുന്നത്. ദ പെർസെൻറ്റേജ് ടു ബി ട്രാൻസ്ഫർ ടു റിസർവ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് മസ്റ്റ് നോട്ട് എക്സീഡ് 10% ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എത്ര ശതമാനമാണ് എന്ത് പ്രോഫിറ്റ് ലോസ് കൊണ്ട് നിന്നും ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ അതിൽ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റിന്റെ 10% മുകളിൽ എന്തായാലും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും 13 ഐറ്റംസ് ആണ് നമ്മൾ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു കോർപ്പറേറ്റ് എന്റിറ്റീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു വെക്കുക, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി ഇതിന്റെ ഫോർമാറ്റ്, അതായത് ഇവിടെയും കോർപ്പറേറ്റ് എന്റിറ്റീസിന്റെ കേസിലും നമുക്ക് കൺവെൻഷണൽ മെത്തേഡും ഉള്ള ഫോർമാറ്റും ഉണ്ട്, വെർട്ടിക്കൽ ഫോർമാറ്റും ഉണ്ട്. അപ്പൊ ഇനി വരും ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കൺവെൻഷണൽ മെത്തേഡിലുള്ള വെർട്ടിക്കൽ അതും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫോർമാറ്റ്, കൺവെൻഷണൽ മെത്തേഡിലുള്ള ഒറിജിനൽ ഫോർമാറ്റും വെർട്ടിക്കൽ ഫോർമാറ്റും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനടിസ്ഥാനത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. അപ്പൊ നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഈ എന്താണ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇഗ്നോവിന്റെ അക്കൗണ്ടിങ് ഫോർ മാനേജർ ഡിസിഷൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സുകളെല്ലാം അതിൽ നിന്ന് നോക്കി നിങ്ങൾ പഠിക്കണം. എന്താണ് മൊത്തം നിങ്ങൾ പെൻഡിങ് ആക്കി പോകരുത്, ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം പെൻഡിങ് ഇല്ലാതെ എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സുകളും കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ.